എല്ലാവർക്കും നമസ്കാരം. SLC കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എക്സാമിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഈ വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ കാണുക കേട്ടോ. ഏറ്റവും ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് അതിലൊക്കെ പറയുന്നത്. അതെല്ലാം നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Iron is a very useful metal. Why is limestone added along with the iron ore to blast furnace? Iron എന്ന് വെച്ചാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റലാണ്. എന്തിനു വേണ്ടിയാണ് ലൈംസ്റ്റോൺ അയൺ ഓറിൻ്റെ കൂടി ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ലൈംസ്റ്റോൺ ആഡ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ലൈംസ്റ്റോൺ അവിടെ എന്ത് ചെയ്യണം? ഡിസോസിയേറ്റ് ചെയ്യണം. ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഫ്ലെക്സ് കിട്ടണം. ഫ്ലെക്സ് ഏതാണ് അവിടെ കിട്ടുന്നത്? ഫ്ലെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കാൽസ്യം ഓക്സൈഡ്. ഡിസോസിയേറ്റ് ചെയ്തിട്ട്, അതായത് ലൈംസ്റ്റോൺ ഡിസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കാൽസ്യം ഓക്സൈഡ്, അതെന്താണ്? ഫ്ലെക്സ് ആണ്. ആ ഫ്ലെക്സ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ലൈംസ്റ്റോൺ അവിടെ ആഡ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് വിച്ച് ഈസ് എ സബ്സ്റ്റൻസ് യൂസ്ഡ് ടു റെഡ്യൂസ് അയൺ ഓർ. അയൺ ഓറിനെ നിരോക്സീകരിക്കുന്ന ഉപയോഗിക്കുന്ന പദാർത്ഥം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. അടുത്ത ഏതാണ്? റൈറ്റ് ദ നെയിം ഓഫ് അയൺ ഒബ്റ്റൈൻഡ് ഫ്രം ദ ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന അയണിൻ്റെ പേരേതാണ്? പിഗ് അയൺ. പിഗ് അയൺ ആണ് ബ്ലാസ്റ്റ് ഫർണസിൽ നമുക്ക് കിട്ടുന്ന അയൺ. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടു ഡിസോസിയേറ്റ് എ ഹൈ ടെമ്പറേച്ചർ ടു ഗീവ് കാൽസ്യം ഓക്സൈഡ് വിച്ച് ആക്ട് ആസ് എ ഫ്ലെക്സ്. എന്തിനാണ് ലൈംസ്റ്റോൺ ആഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഉയർന്ന താപനിലയിൽ അത് വിഘടിച്ച് ഫ്ലെക്സ് ആയ കാൽസ്യം ഓക്സൈഡ് ലഭിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഏതാണ്? നിരോക്സീകാരിയായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. പിന്നെ ലഭിക്കുന്ന അയൺ ഏതാണ്? പിഗ് അയണും ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ഗാൽവാനിക് സെൽ സിങ്ക് റോഡ് ഈസ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. സിൽവർ റോഡ് ഈസ് ഡിപ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഐഡന്റിഫൈ ദി ഇലക്ട്രോഡ് അറ്റ് വിച്ച് ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സിങ്ക് റോഡുമാണ്, പിന്നെ ഏതാണ്? സിൽവറുമാണ്. അപ്പോൾ ഏതിലാണ് നടക്കുന്നത്? സിങ്കിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. കാരണം എന്താണ്? റിയാക്ടിവിറ്റി കൂടിയത് സിൽവറിനേക്കാളും റിയാക്ടിവിറ്റി കൂടിയത് ആർക്കാണ്? സിങ്കിനാണ്. ഇനി അടുത്തതാണ് വാട്ട് ഈസ് എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് ഏതാണ്? കെമിക്കൽ. കെമിക്കൽ എനർജിയാണ്. കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനർജി ചേഞ്ച് എന്ന് പറയുമ്പോൾ ഏതാണ്? കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ എനർജി ചേഞ്ച് ടേക്കിംഗ് പ്ലേസ് ഇൻ ഇലക്ട്രോലൈറ്റിക് സെൽ. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നടക്കുന്ന എനർജി ചേഞ്ച് ഏതാണ്? ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറുന്നുണ്ട്? കെമിക്കൽ എനർജി ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് എഴുതണേ. ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. ഇനി അടുത്ത് ഇൻ വിച്ച് ഇലക്ട്രോഡ് ഓക്സിഡേഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഇലക്ട്രോലൈറ്റിക് സെൽ. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഓക്സിഡേഷൻ നടക്കുന്നത് എവിടെയാണ്? പോസിറ്റീവ്. പോസിറ്റീവ് ഇലക്ട്രോഡിലാണ്. പോസിറ്റീവ് ഇലക്ട്രോഡ് ഏതാണ്? ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ കേസിൽ വരുമ്പം ആനോഡിൽ. ആനോഡിലാണ് അവിടെ ഓക്സിഡേഷൻ നടക്കുന്നത്. അതായത് പോസിറ്റീവ് ഇലക്ട്രോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. എവിടെ? ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ. നെക്സ്റ്റ് വൺ. വിച്ച് മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ഈസ് യൂസ്ഡ് ടു ഈച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. താഴെ രണ്ട് സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. അതിൽ നടക്കുന്ന മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ, ദ ഡെൻസിറ്റി ഓഫ് ദ ഓർ ഈസ് മോർ ദാൻ ദ ഗ്യാങ്. ഡെൻസിറ്റി ഓഫ് ഓറിൻ്റെ ഡെൻസിറ്റി ഗ്യാങ്ങിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഏതാണ് നടക്കുന്നത്? അവിടുത്തെ കോൺസെൻട്രേഷൻ ഏതാണ്? ലെവിഗേഷൻ. ലെവിഗേഷൻ അല്ലെങ്കിൽ ഏതാണ്? ഹൈഡ്രോളിക് വാഷിംഗ്. ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ആണ് അവിടെ നടക്കുന്ന അതെന്ന് പറഞ്ഞിരിക്കുന്ന കോൺസെൻട്രേഷൻ മെത്തേഡ്. ഇനി ഡെൻസിറ്റി ഓഫ് ദ ഓർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ ഗ്യാങ്. ഇനി ഡെൻസിറ്റി ഓഫ് ഓർ എങ്ങനെയാണ്? ലെസ് ദാൻ ദ ഗ്യാങ്. ഗ്യാങ്ങിനേക്കാളും കുറവാവുകയാണെങ്കിൽ അത് ഏതാണ്? പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഏതാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ദ ഗ്യാങ്. അവിടെ ഓറിനാണ് ഡെൻസിറ്റി കൂടുതൽ, ഗ്യാങ്ങിനാണ് ഡെൻസിറ്റി കുറവാണ്. ഇവിടെ എങ്ങനെയാണ്? ഡെൻസിറ്റി ഓഫ് ഓർ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഗ്യാങ്. ഇവിടെ ഗ്യാങ്ങിനാണ് ഡെൻസിറ്റി കൂടുതൽ, ഓറിന് എങ്ങനെയാണ്? ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ ഓരോരോ സിറ്റുവേഷനിലുള്ള കോൺസെൻട്രേഷൻ മെത്തേഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനലൈസ് ദ ഗിവൺ ഫിഗർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാ നോക്കിയേ, എന്താണ്? ഒരു സിങ്ക് റോഡാണ്. സിങ്ക് റോഡ് ഏതിലാണ് ഇട്ടിരിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ. ദെൻ കോപ്പറിൽ എന്താണ്? കോപ്പർ എന്തിലാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലുമാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. ഐഡന്റിഫൈ ദ ബീക്കർ ഇൻ വിച്ച് കെമിക്കൽ ചെയിൻ ടേക്സ് പ്ലേസ്. ഏതിലാണ്?
കെമിക്കൽ ചേഞ്ച് നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ബീക്കറിലാണ് കെമിക്കൽ ചേഞ്ച് നടക്കാൻ കാരണം? നമുക്കറിയാം ഏതിലാണ്, ഫസ്റ്റ് ബീക്കറിലാണ് അല്ലേ. ഈ ഒരു ഫസ്റ്റ് ബീക്കറിലാണ് കെമിക്കൽ ചേഞ്ച് നടക്കാൻ കാരണം. അതിൻ്റെ റീസൺ എന്താണ്? സിങ്ക് ഇല്ലേ, സിങ്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? സിങ്ക് കോപ്പറിന് അതിൻ്റെ എന്താണ് ലൈനിങ് ഉണ്ടല്ലോ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടല്ലോ, അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് ഇല്ലേ. സിങ്ക് ഇവിടെയുള്ള എന്താണ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള കോപ്പറിനെ എന്താണ് ഡിസ്പ്ലേസ് ചെയ്യും. ഡിസ്പ്ലേസ് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ എന്താണ് റിയാക്ടിവിറ്റി കൂടിയത് ആർക്കാണ്? സിങ്കിനാണ് റിയാക്ടിവിറ്റി കൂടിയത് അല്ലേ. സിങ്കിനല്ല റിയാക്ടിവിറ്റി കൂടിയത്. അപ്പം റിയാക്ടിവിറ്റി കൂടിയ ആ ലോഹം എന്താണ് കുറഞ്ഞതിനെ എന്താണ് അവിടെ ഡിസ്പ്ലേസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഇതല്ല, അപ്പം സിങ്ക് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് വെച്ചിരിക്കുന്നു, കോപ്പർ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനുമാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ റിയാക്ടിവിറ്റി കൂടിയത് സിങ്കിനാണ്. അപ്പോൾ എന്താണ് ഈ സൊല്യൂഷനുള്ള കോപ്പറിനെ അതെന്ത് സംഭവിക്കുന്നത്? ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് സിങ്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ റീസൺ കേട്ടോ. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനത്തിന് രാസസമവാക്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സിങ്കാണ് Zn പ്ലസ് എന്താണ് CuSO4 അല്ലേ. CuSO4 ഗീവ്സ് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും അല്ലേ. അപ്പോൾ എന്തായിട്ട് മാറും? ZnSO4 പിന്നെ എന്താണ് Cu അല്ലേ. Cu ഇവിടെ മെറ്റലായിട്ട് അവിടെ നിൽക്കും. മനസ്സിലാവുന്നുള്ള പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ബീക്കറിലാണ് അവിടെ നടക്കുന്നത്, റിയാക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? സിങ്ക് ഡിസ്പ്ലേസസ് കോപ്പർ ഫ്രം സോൾട്ട് സൊല്യൂഷൻ. ദ മോർ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസസ് ദ ലെസ് റിയാക്റ്റീവ് മെറ്റൽ ഫ്രം ഇറ്റ് സോൾട്ട് സൊല്യൂഷൻ അല്ലേ. സിങ്ക് കോപ്പറിനെ അതിൻ്റെ ലവണ ലൈനിൽ നിന്നും ആദേശം ചെയ്യുന്നു. ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലൈനിൽ നിന്നും ആദേശം ചെയ്യുവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sample of carbon dioxide contained 3 into 6.022 into 10 raised to 23 molecule. ഒരു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാമ്പിളിൽ എന്തുമാത്രം മോളിക്കൂൾ ഉണ്ട്? 3 into 6.022 into 10 raised to 23 molecule. Find the number of moles of ammonia which contains as many molecules as that of the sample of carbon dioxide. Calculate the mass of ammonia. എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് സാമ്പിളിനകത്ത് എന്തുമാത്രം തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡ് സാമ്പിളിലുള്ള അത്രയും എണ്ണം തന്മാത്രകൾ അടങ്ങിയ അമോണിയയിൽ എത്ര മോളുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ സാമ്പിളിൽ എന്തുമാത്രം തന്മാത്രകൾ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം അതേ അളവിൽ അതേ എണ്ണ അടങ്ങിയ അമോണിയയിൽ എത്ര മോളുകൾ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമോണിയയുടെ മാസും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് ഇല്ലേ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇല്ലേ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ എന്തുമാത്രമാണ്? 3 into 6.022 into 10 raised to 23 മോളിക്യൂൾ. അതെത്രയാണ് വരുന്നത്? അപ്പോൾ അതെത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് മോൾസ് എത്ര വരും? 3 വരും ഇല്ല. 3 into ഇതുണ്ടല്ലോ, ഇത്രയിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസിലെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 3 മോൾസ് ആണ് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് 3 മോൾസ് ഓഫ് NH3 എങ്ങനെ എഴുതാം? മാസ് കണ്ടുപിടിക്കുകയല്ലേ, മാസ് ഓഫ് അമോണിയ അല്ലേ. മാസ് ഓഫ് ഈ ഒരു ഇതിൽ എത്രയാണ്? 3 മോൾസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അങ്ങനെ മാസ് ഓഫ് 3 മോൾസ് ഓഫ് ഇല്ലേ, 3 മോൾസ് ഓഫ് NH3 എത്ര വരും? 3 into അമോണിയയുടെ മോളിക്കുലർ മാസ് എത്രയാണ് വരുന്നത്? NH3 അല്ലേ. അപ്പം 17 വരും അല്ലേ, 17 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 51 ഗ്രാം എന്നാണ് വരുന്നത് മാസ് ഓഫ് അമോണിയ. നമ്പർ ഓഫ് മോൾസ് കണ്ടു, നമ്പർ ഓഫ് മോൾസ് കണ്ടു, അതുപോലെ തന്നെ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ് അടുത്തത് ചോദിച്ചിരുന്നത്? ബി പാർട്ട്. ഫൈൻഡ് ദ വോളിയം ഓഫ് അമോണിയ അറ്റ് STP അല്ലേ, വിച്ച് കണ്ടെയ്ൻസ് ദ സെയിം നമ്പർ ഓഫ് മോൾസ് ആസ് ദാറ്റ് ഓഫ് ദ സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് സാമ്പിളിൽ അത്രയും എണ്ണം മോളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ STPയിലെ വ്യാപ്തം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് ഓൾറെഡി നമ്മൾ 3 ആണെന്ന് കണ്ടു ഇല്ലേ. അപ്പോൾ മാസം നമ്മൾ കണ്ടു ഇല്ലേ, മാസം എത്രയാണ്? 51 ഗ്രാം എന്ന് കണ്ടു ഇല്ല. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാമല്ലോ. വോളിയം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വോളിയം എന്ന് പറയുമ്പോൾ എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് 3 into STPയിലെ വ്യാപ്തി അല്ലേ, എത്രയാണ് വരുന്നത്? 22.4 ലിറ്റർ വരും. അപ്പം എത്ര വരും? 67.2 ലിറ്റർ എന്ന് ആൻസർ വരും. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് കണ്ടില്ല, 3 into 6.022 into 10 raised to 23 മോളിക്യൂൾസ് പറയുമ്പോൾ 3 മോൾസ് ആണ് വരുന്നത്. മാസ് മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ എന്താണ് വരുന്നത്? വോളിയം ഇല്ലേ. വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്ര വരും? 3 into 22.3 ലിറ്റർ ആണല്ലോ STPയിൽ. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ വോളിയം കിട്ടും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ അലോയിസ്? എന്താണ് അലോയിസ് എന്ന് പറഞ്ഞാൽ? ലോഹസങ്കരം. ലോഹസങ്കരം എന്ന് വെച്ചാൽ എന്താണ്? രണ്ടോ അതിലധികം ലോഹങ്ങൾ ചേർന്ന മിശ്രിതത്തിനെയാണ് നമ്മൾ അലോയിസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക? മിക്സർ ഓഫ് 2 or more metals എന്ന് പറയാം അല്ലേ? മിക്സർ ഓഫ് 2 or more metals. റൈറ്റ് ദ കമ്പോണൻസ് ഓഫ് അലോയി. സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരുന്നത്. ഏതൊക്കെയാണ്? അയൺ ഉണ്ട്, പിന്നെ അറിയാം കാർബൺ ഉണ്ട്, പിന്നെ ഏതൊക്കെയാണ്? ക്രോമിയം ഉണ്ട്, പിന്നെ ഏതാണ്? നിക്കൽ. കേട്ടോ, ഇത്രയും ചേർന്നാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അലോയി എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദ അലോയി സ്റ്റീൽ ഈസ് യൂസ് ഇൻ ദ കോർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻസ്ട്രുമെന്റ്സ്. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻസ്ട്രുമെന്റ്സിന്റെ കോറായിട്ട് ഉപയോഗിക്കുന്ന അലോയി ഏതാണ്? സിലിക്കൺ സ്റ്റീൽ ആണ് കേട്ടോ. സിലിക്കൺ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അലോയിസ് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. അലോയിസ് ആർ മിക്സർ ഓഫ് 2 or more metals. നോൺ മെറ്റൽസ് ലൈക്ക് കാർബൺ, നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അലോയിസ്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ അലോയിസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോമാഗ്നറ്റ്സിൽ ഉപയോഗിക്കുന്നത് അല്ലേ സിലിക്കൺ സ്റ്റീലുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് സമ്മർ വെഹിക്കിൾ സ്റ്റേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ അറ്റ് ലോവർ പ്രഷർ. വിച്ച് ഗ്യാസ് ലോ ഈസ് റെലവൻറ്റ് ഇൻ ദിസ് സിറ്റുവേഷൻ? സ്റ്റേറ്റ് ദ ലോ. സമ്മർ സീസണിൽ വെഹിക്കിൾ ടയർ ഇങ്ങനെയാണ് ലോ പ്രഷറിൽ നിറയ്ക്കാറുണ്ട്. ഏത് ലോയാണ് അവിടെ വന്നിരിക്കുന്നത്? ചാൾസ് ലോ ആണ് അല്ലേ? ചാൾസ് ലോ ആണ് അവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണല്ലേ ചാൾസ് ലോ. സ്റ്റേറ്റ് ദ ലോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ലോ പറയാലോ. കോൺസ്റ്റന്റ് പ്രഷർ. ടു കോൺസ്റ്റന്റ് പ്രഷർ ആണ് വോളിയം ഓഫ് എ ഫിക്സഡ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷനേറ്റ് ടു ദ ആബ്സലൂട്ട് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ലോവർ പ്രഷറിൽ നിറയ്ക്കാൻ കാരണം എന്താണ്? സമ്മർ സിറ്റുവേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യില്ലേ? സമ്മർ സീസണിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മൾ നോർമൽ പ്രഷറായിട്ട് വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിൻ്റെ ഉള്ളിൽ എന്താണ്? എയർ അവിടെ എക്സ്പാൻഡ് ചെയ്യും അല്ലേ? അപ്പോൾ എന്താണ്? ഹീറ്റ് ചെയ്യും. അപ്പോൾ എന്താണ്? പ്രഷർ കൂടും, അത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സമ്മർ സീസണിൽ ലോവർ പ്രഷറാണ് നമ്മൾ വെക്കുന്നത് അല്ലെങ്കിൽ നിറയ്ക്കുന്നത്. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചാൾസ് ലോ ആണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ലോ അതെല്ലാവരും പഠിക്കണം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് എൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ചോദിക്കുന്നത്. വൈ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്പ്ലനേഷൻ എഴുതാം കേട്ടോ. എന്താണ്? ഇൻ സമ്മർ temperature increases. If tires were filled to normal pressure at lower temperature, their inside would expand on heating and increase pressure. Hence, tires are filled with lower pressure to prevent excessive pressure build-up. Excessive pressure കൂടുന്നതിനെ തടയാൻ വേണ്ടിയാണ് നമ്മൾ ലോവർ പ്രഷറിൽ അവിടെ നിറയ്ക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3 beakers are given. കേട്ടോ, 3 ബീക്കേഴ്സ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ബീക്കറിൽ ഏതാണ്? സിങ്ക് റോഡാണ്, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ് കേട്ടോ. രണ്ടാമത്തേൽ സിങ്ക് റോഡ് സിൽവർനേറ്റഡ് സൊല്യൂഷനാണ്. മൂന്നാമത്തേൽ സിൽവർ റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനാണ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ബീക്കർ 1 and 2. ബീക്കർ 1 and 2 ഇതിലുമാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മെറ്റൽ എമംഗ് കോപ്പർ, സിൽവർ ആൻഡ് സിങ്ക് ഇസ് ദ മോസ്റ്റ് റിയാക്റ്റീവ്? കോപ്പർ, സിങ്ക്, സിൽവർ ഉണ്ട്. ഏതാണ് മോർ റിയാക്റ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം അല്ലേ, സിങ്ക് ആണ് മോർ റിയാക്റ്റീവ്. അറേഞ്ച് ദീസ് മെറ്റൽസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ റിയാക്ടിവിറ്റി. ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എഴുതുന്നത് എങ്ങനെയാണ്? ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആണല്ലോ. അപ്പം സിൽവർ ഇല്ലേ, സിൽവറിനാണ് ഏറ്റവും റിയാക്ടിവിറ്റി കുറവ്. പിന്നെ ഏതാണ്? കോപ്പർ ആണ്. പിന്നെ ഏതാണ്? സിങ്ക് ആണ്. അപ്പോൾ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്? അതാ നോക്കുമ്പോൾ നമുക്കറിയാം സിങ്ക് ആണ് മോർ റിയാക്റ്റീവ് അല്ലേ. മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള സിങ്ക് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള അതിന് നമ്മൾ ആ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം സിങ്കും കോപ്പറിൻ്റെയും കേസിൽ വരുമ്പോൾ സിങ്ക് ആണ് മോർ റിയാക്റ്റീവ്, ഇവിടെ ലെസ് റിയാക്റ്റീവ് ആണ്. സെക്കൻഡ് കേസിൽ വരുമ്പോൾ സിങ്ക് മോർ റിയാക്റ്റീവ് ആണ്, ഇവിടെ എങ്ങനെയാണ്? സിൽവർ റിയാക്ടിവിറ്റി കുറവാണ്. മനസ്സിലായല്ലോ. ഇവിടെ നമുക്ക് സിൽവറിനേക്കാളും റിയാക്ടിവിറ്റി കൂടുതലുണ്ട് കോപ്പറിന്. അപ്പോൾ ഇവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നില്ല. ഓക്കെ ആണല്ലോ, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോസ്റ്റ് റിയാക്റ്റീവ് മെറ്റൽ സിങ്ക് ആണ്. സിങ്ക് ഡിസ്പ്ലേസസ് ബോത്ത് കോപ്പർ ഫ്രം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് സിൽവർ ഫ്രം സിൽവർ നൈട്രേറ്റ്, ഷോവിങ് ഇറ്റ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ബോത്ത്. രണ്ടിനേക്കാളും മോർ റിയാക്റ്റീവ് അതായതുകൊണ്ട് അവിടെ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുന്നത് 2 ബീക്കറിലും നടക്കുന്നു. ഇൻക്രീസിങ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി കേട്ടോ എഴുതിയിട്ടുണ്ട്. സിങ്ക് ഡിസ്പ്ലേസസ് കോപ്പർ ആൻഡ് സിൽവർ, മോസ്റ്റ് റിയാക്റ്റീവ് ആണ്. കോപ്പർ കനോട്ട് ഡിസ്പ്ലേസ് സിങ്ക് ബട്ട് ഇറ്റ് ഇസ് മോർ റിയാക്റ്റീവ് ദാൻ സിൽവർ ആണ്. സിൽവർ ഡസ് നോട്ട് ഡിസ്പ്ലേസ് കോപ്പർ, ലെസ് റിയാക്റ്റീവ് ആണ് അല്ലെങ്കിൽ ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്തെന്നുള്ളൂ കേട്ടോ. എന്നോട് ചോദിച്ചിരിക്കുന്നതിൻ്റെ ഏതാണ് റിയാക്റ്റീവ് ചോദിച്ചിട്ടുണ്ട്, അതിൻ്റെ ഓർഡർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാത്രം എഴുതിയാൽ മതി. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതും കൂടെ തന്നത് കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ സെൽ റിയാക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് എ ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന സെൽ റിയാക്ഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എക്സ് പ്ലസ് വൈ ടു പ്ലസ് ഗീവ്സ് എക്സ് ടു പ്ലസ് വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ഇക്വേഷൻ ഫോർ ദ ഓക്സിഡേഷൻ റിയാക്ഷൻ ദാറ്റ് മേ ടേക്സ് പ്ലേസ് ഇൻ ദ സെൽ. ഈ സെല്ലിൽ നടക്കുന്ന ഓക്സിഡേഷൻ റിയാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ലേ, ഓക്സിഡേഷൻ റിയാക്ഷൻ ഏതാണ്? ദാ എക്സ് ഇല്ലേ, എക്സും വൈയും ഉണ്ട് ഇല്ലേ. എക്സ് എന്തായിട്ട് മാറുന്നുണ്ട്? എക്സ് ടു പ്ലസ് ആയിട്ട് മാറുന്നുണ്ട്. അതായത് ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആർക്കാണ് സംഭവിച്ചിരിക്കുന്നത്? എക്സിനാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ്? എക്സ് ആണ് അവിടെ ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യുന്നത്, ഓക്സിഡേഷൻ നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഏതാണല്ലേ പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ്? എക്സ് ഗീവ്സ് ഇല്ലേ, എക്സ് ടു പ്ലസ് 2 ഇലക്ട്രോൺസ്. ഓക്കെ ആണല്ലോ. ഇനി ക്യാൻ ദ മെറ്റൽ വൈ ഡിസ്പ്ലേസ് എക്സ് ഫ്രം ദ സോൾട്ട് സൊല്യൂഷൻ? വൈ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് വൈ എക്സിനെ ഡിസ്പ്ലേസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈ എക്സിനെ ഡിസ്പ്ലേസ് ചെയ്യുമോ? ഇവിടെ നമുക്ക് അറിയാം എന്താണ് ഓക്സിഡേഷൻ നടക്കുന്ന ഏതിനാണ്? എക്സിനാണെന്ന് പറഞ്ഞു. അതായത് എക്സ് ആണ് മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ അല്ലേ. മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വൈ ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ്. ഇവിടെ മോർ റിയാക്റ്റീവ് ഏതാണ്? എക്സ് ആണല്ലോ. ലെസ് റിയാക്റ്റീവ് ഏതാണ്? വൈ ആണ് ഇല്ല. അപ്പോൾ വൈ ഡിസ്പ്ലേസ് ചെയ്യുമോ? ഇല്ല. മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് എപ്പോഴും ഡിസ്പ്ലേസ് ചെയ്യുന്നത്. ഇവിടെ വൈ ഏതാണ്? ലെസ് റിയാക്റ്റീവ് ആണ്. അപ്പോൾ എന്ത് പറയാം? നോ എന്ന് പറയാം അല്ലേ. റീസൺ എന്താണ്? റിയാക്ഷൻ എന്താണ്? എക്സ് ആണ് മോർ റിയാക്റ്റീവ്. അതായത് എക്സ് തന്നെയാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം മോർ റിയാക്റ്റീവ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പം ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള വൈ ഒരിക്കലും എന്താണ് അവിടെ ഓക്സിഡേഷൻ അപ്പം ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള വൈ ഒരിക്കലും എന്താണ് എക്സിനെ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള എക്സിനെ അവിടെ ഡിസ്പ്ലേസ് ചെയ്യല. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്സിഡേഷൻ റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? എക്സിലാണ് ലോസ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോദിച്ചതാണ് ബി പാർട്ട് ചോദിച്ചതാണ് വൈ ഡിസ്പ്ലേസ് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നോ എന്നാണ്. അതിൻ്റെ എന്നാണ് റീസൺ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ദ ഗിവൻ റിയാക്ഷൻ അല്ലേ, എക്സ് ഡിസ്പ്ലേസസ് വൈ ഫ്രം വൈ ടു പ്ലസ്. സോ എക്സ് ഈസ് മോർ റിയാക്റ്റീവ്. ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ എക്സ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ വൈ അല്ലേ. ഇത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഹിയർ എക്സ് ഈസ് മോർ റിയാക്റ്റീവ് ദാൻ വൈ. ഇൻ ലെസ് റിയാക്റ്റീവ് മെറ്റൽ വൈ കനോട്ട് ഡിസ്പ്ലേസ് എ മോർ റിയാക്റ്റീവ് മെറ്റൽ എക്സ് ഫ്രം ഇറ്റ്സ് സോൾട്ട് സൊല്യൂഷൻ. അത് എഴുതി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റും റീസണുമാണ്. വെൻ എ ഗ്യാസ് ഈസ് കെപ്റ്റ് ഇൻ എ ക്ലോസ്ഡ് കണ്ടെയ്നർ ദ മോളിക്യൂൾസ് ഓഫ് ഇറ്റ് കൊളൈഡ് വിത്ത് വൺ അനദർ ആൻഡ് ഓൾസോ വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണല്ലോ. ഒരു ക്ലോസ്ഡ് കണ്ടെയ്നർ വെച്ചിരിക്കുകയാണ് ഗ്യാസ്. അപ്പം മോളിക്യൂൾസ് എന്താണ്? അത് അവിടെ ഒന്നും മറ്റൊന്നുമായിട്ട് കൊളൈഡ് ചെയ്യും. എന്നിട്ടില്ല കണ്ടെയ്നറിൻ്റെ വോൾസും ഒക്കെ ആയിട്ട് ഹിറ്റ് ചെയ്യും ഇല്ലേ. റീസൺ ഗ്യാസ് മോളിക്യൂൾസ് ആർ ഇൻ കോൺസ്റ്റന്റ് മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻ ഓർ ദേ എക്സ്പീരിയൻസ് റാൻഡം മോഷൻ ഇല്ലേ. ഗ്യാസ് മോളിക്യൂൾസ് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് മോഷനാണ് എല്ലാ ഡയറക്ഷനിലേക്കും അല്ലേ. അതിൻ്റെ റാൻഡം മോഷൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Both the statements are correct, but statement 2 is not at all the reason for the statement 1. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. അതിൻ്റെ റീസൺ തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നോക്കിയേ, ഇത് വരില്ല. സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ റോങ്, അത് വരില്ല. 1 ഈസ് റൈറ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് റോങ്, അതും വരില്ല കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ് ആൻഡ് അറ്റ് ദ സെയിം ടൈം സ്റ്റേറ്റ്മെൻറ്റ് 2 സ്റ്റാൻഡ്സ് ആസ് എ റീസൺ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് 1. അപ്പം ഡി ആണ് കേട്ടോ ആൻസർ. രണ്ടും ശരിയാണ്. എന്താണ് റീസൺ എന്ന് പറഞ്ഞിരിക്കുന്നത്? സ്റ്റേറ്റ്മെൻറ്റിനെ എന്താണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ റീസൺ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ദാറ്റ് 2 liter ഓഫ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് കെപ്റ്റ് അറ്റ് 300 Kelvin at 1 atm കണ്ടെയ്ൻസ് എക്സ് മോളിക്യൂൾസ്. ഒരു കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ്, 2 liter ആണ്. ആ 300 Kelvin അതുപോലെ 1 atmosphere പ്രഷറിൽ വെച്ചിരിക്കുകയാണ്. അതിൽ എക്സ് മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് സോ how many molecules will be there in 1 liter of ammonia gas kept at 300 Kelvin and 1 atm? സെയിം ടെമ്പറേച്ചറിലും സെയിം പ്രഷറിലും 1 liter ഓഫ് അമോണിയ ആണെങ്കിൽ ഹൗ മെനി മോളിക്യൂൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ആദ്യത്തെ പാർട്ട് അമോണിയയിലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്കറിയാം ഇത് എന്തുമായിട്ട് റെപ്രസെൻ്റ് ചെയ്താണ്? അവഗാഡ്രോ ലോയുമായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതാണ് അല്ലേ. നമ്പർ ഓഫ് മോളിക്യൂൾസും വോളിയം ഇല്ലേ. ഇവിടെ നോക്കിയാൽ ടെമ്പറേച്ചറും പ്രഷറും എങ്ങനെയാണ്? രണ്ട് സിറ്റുവേഷനിലും ടെമ്പറേച്ചറും പ്രഷറും എങ്ങനെയാണ്? കോൺസ്റ്റൻ്റ് ആണ് ഇല്ലേ. നമ്പർ ഓഫ് മോളിക്യൂൾസും വോളിയമായിട്ട് പ്രപ്പോർഷണൽ ആയിട്ടുള്ള കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതായത് അവഗാഡ്രോ ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 2 liter ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, അതിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? എക്സ് മോളിക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയാവുകയാണെങ്കിൽ 1 ലിറ്റർ ഓഫ് അമോണിയയിൽ എത്ര കാണും? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? x/2 ഇല്ലേ? 1 ലിറ്റർ ഓഫ് അമോണിയയിൽ എത്രയാണ് വരുന്നത്? x/2 മോളിക്യൂൾസ് ആണ് വരുന്നത്. കാരണം ബാക്കി കണ്ടീഷൻസ് എല്ലാം രണ്ടിടത്തും ഒരുപോലെ അല്ലേ? അപ്പോൾ x/2 മോളിക്യൂൾസ് ആണ് 1 ലിറ്റർ ഓഫ് അമോണിയയിൽ വരുന്നത്. മനസ്സിലായല്ലോ? ഇനി ബി പാർട്ട് നോക്കാം. ഇൻ ദ ഗിവൺ കണ്ടീഷൻ, സെയിം കണ്ടീഷൻ തന്നെ, വാട്ട് വിൽ ബി ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ, വോളിയമാണ് ഒക്യുപ്പൈഡ് ബൈ ദ സർട്ടൺ എമൗണ്ട് ഓഫ് നൈട്രജൻ വിച്ച് കണ്ടെയ്ൻസ് 10x മോളിക്യൂൾസ്. സെയിം കണ്ടീഷനാണ്. അപ്പോൾ എന്തുമാത്രം വോളിയമാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓൾറെഡി അറിയാം എക്സ് മോളിക്യൂൾസ് എങ്ങനെയാണ്? 2 ലിറ്ററിൽ എക്സ് മോളിക്യൂൾസ് ഒക്യുപ്പൈ ചെയ്യുന്നത് എത്രയാണ്? 2 ലിറ്ററിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 മോളിക്യൂൾ ഒക്യുപ്പൈ ചെയ്യുന്നത് എത്രയായിരിക്കും? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞേ? എക്സ് മോളിക്യൂൾസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 2 ലിറ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മോളിക്യൂൾസ് ഇല്ലേ? എക്സ് മോളിക്യൂൾസ് ഒക്യുപ്പൈ ഇല്ലേ? എക്സ് മോളിക്യൂൾസ് ഒക്യുപ്പൈ എത്രയാണ്? 2 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? 2 ലിറ്ററിലാണ്. അപ്പം അങ്ങനെയാണ് 1 മോളിക്യൂൾ ഇല്ലേ? 1 മോളിക്യൂൾ ഒക്യുപ്പൈ ഇല്ലേ? 1 മോളിക്യൂൾ ഒക്യുപ്പൈ ചെയ്യുന്ന എത്രയായിരിക്കും? അപ്പോൾ 1 മോളിക്യൂൾ ഒക്യുപ്പൈ ചെയ്യുന്ന എത്രയായിരുന്നു വരുന്നത്? 2/x ഇല്ലേ? 2/x ലിറ്റർ അല്ലേ വരത്തുള്ളൂ. എക്സ് മോളിക്യൂൾ 2 ലിറ്ററിൽ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പം 1 മോളിക്യൂൾ 2/x ലിറ്ററിലായിരിക്കും വരുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് 10x മോളിക്യൂൾസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 10x മോളിക്യൂൾസ് ഇല്ലേ? അപ്പോൾ 10x മോളിക്യൂൾസിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഒരു മോളിക്യൂൾസിലെത്തെയാണ് 2/x ലിറ്റർ ആണ്. അപ്പോൾ 10x വരുമ്പം 10 × 2/x എന്ന് എഴുതാം അല്ലേ? 10 × 2/x ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 10 × 2/x എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 20. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 10x മോളിക്യൂൾസ് എന്തുമാത്രം വോളിയം എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പം 10x മോളിക്യൂൾസിൽ അല്ലേ? അപ്പോൾ 10x മോളിക്യൂൾസ് എന്തുമാത്രം വോളിയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 10x മോളിക്യൂൾസ് നമുക്ക് എങ്ങനെ എഴുതാം? 10x × ഒരു മോളിക്യൂളിൽ 2/x ആണ് അല്ലേ? ഒരു മോളിക്യൂളിൽ 2/x ആണ്. അപ്പം 10x ആണ് കേട്ടോ. 10x × 2/x. അപ്പോൾ എത്ര വരും? എക്സും എക്സും കൂടെ ക്യാൻസൽ ആയിട്ട് പോകും. പിന്നെ ഇതൊരു 20 ഇല്ലേ? 20 ലിറ്റർ എന്ന് വരും. മനസ്സിലായല്ലോ? ആൻസർ കൊടുത്തിട്ടുണ്ട്, നോക്കൂ കേട്ടോ. നമ്പർ ഓഫ് മോളിക്യൂൾസ് ലോ ഏതാണ്? അവഗാഡ്രോ ലോ ആണ് കേട്ടോ. ആദ്യത്തെ കേസിൽ 2 ലിറ്ററിൻ്റെ കേസിൽ എക്സ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ 1 ലിറ്ററിൽ x/2 മോളിക്യൂൾസ് ആണ് ഉള്ളത്. പിന്നെ വോളിയത്തിൻ്റെ കേസിൽ വരുമ്പം എക്സ് മോളിക്യൂൾസ് 2 ലിറ്റർ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 മോളിക്യൂൾ 2/x ആണ്. അപ്പോൾ അങ്ങനെയാവുകയാണെങ്കിൽ 10x മോളിക്യൂൾസിൽ എത്ര വരും? 20 ലിറ്റർ ആണ് വോളിയം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ സെൽ റിയാക്ഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ പർട്ടിക്കുലർ ഗാൽവാനിക് സെൽ ഈസ് ഷോൺ ബിലോ. ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന സെൽ റിയാക്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് Mg + Cu2+ gives Mg2+ + Cu. റൈറ്റ് ഇക്വേഷൻ ഫോർ ദ റിഡക്ഷൻ റിയാക്ഷൻ ദാറ്റ് മേ ടേക്സ് പ്ലേസ് ഇൻ ദ സെൽ. സെല്ലിൽ നടക്കുന്ന റിഡക്ഷൻ റിയാക്ഷൻ ഏതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്താണ്? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ആർക്കാണ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് നടക്കുന്നത്? കോപ്പർ അല്ലേ? നമുക്കറിയാമല്ലോ. എങ്ങനെ എഴുതാം? റിഡക്ഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ Cu2+ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറുന്നു. ബി എന്താണ് പറഞ്ഞിരിക്കുന്നത്? വെൻ ദ സെൽ അണ്ടർഗോസ് വർക്കിംഗ് ദ വെയിറ്റ് ഓഫ് വിച്ച് ഇലക്ട്രോഡ് വിൽ ഇൻക്രീസ് ഡു യു വാട്ട് റീസൺ. ഏതിൻ്റെ റിയാക്ഷൻ നടക്കുകയാണ്? അപ്പം ഏതിൻ്റെ വെയിറ്റ് ആണ് കൂടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിൻ്റെ വെയിറ്റ് ആണ് കൂടുന്നത്? കോപ്പറിൻ്റെ ആണ് അല്ലേ? കാരണം എന്താണ്? കോപ്പർ അയൺസ് ഇല്ലേ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. റെഡ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? കോപ്പർ മെറ്റലായിട്ട് മാറുന്നുണ്ട് ഇല്ലേ? കോപ്പർ മെറ്റലായിട്ട് മാറുന്നത് അതെവിടെയാണ്? കാഥോഡിൽ നടക്കും ഇല്ലേ? അപ്പോൾ ഈ കോപ്പർ മെറ്റൽ എന്താണ്? ഡിപ്പോസിറ്റ് ചെയ്യൂലേ ചെയ്യുന്നത്. കോപ്പർ ഇലക്ട്രോഡിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ മാസും അവിടെ കൂടുന്നുണ്ട്. അപ്പോൾ ഏതാണ്? കോപ്പറാണ് കേട്ടോ. ആൻസർ കൊടുത്തിട്ടുണ്ട്. റിഡക്ഷൻ നടക്കുന്ന ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന റീസൺ കോപ്പർ ഇലക്ട്രോഡിലാണ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്ന റീസൺ എന്ന് നോക്കിയേ. കോപ്പർ അയൺസ് ആർ റെഡ്യൂസ്ഡ് ടു കോപ്പർ മെറ്റൽ അറ്റ് ദ കാഥോഡ് ഇല്ലേ? കാഥോഡിൽ നമ്മൾ ഇക്വേഷൻ കണ്ടില്ലേ? ഇക്വേഷൻ ഏതായിരുന്നു? Mg ഇല്ലേ? Mg + Cu2+ ഗീവ്സ് എന്താണ് വരുന്നത്? Mg2+ Cu എന്നല്ലേ നമ്മുടെ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കോപ്പർ അയൺസ് എന്താണ്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിഡക്ഷൻ അതിന് കോപ്പർ മെറ്റലായിട്ട് അവിടെ മാറുന്നുണ്ട് ഇല്ല? അതെവിടെയാണ്? കാഥോഡിലാണ് വരുന്നത് ഇല്ലേ? അപ്പം കാഥോഡിലൂടെ ഡിപ്പോസിറ്റ് ചെയ്യും. അതായത് ഇൻക്രീസ് അതിൻ്റെ മാസ്, കോപ്പറിൻ്റെ മാസ് അവിടെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6.022 × 10⁻23 molecules of a gaseous compound kept at STP weighs 17 gram. Calculate the molar mass of the given compound.
അത് 6.02 × 10⁻23 മോളിക്യൂൾസ് ആണ്. അത് STPയിലുള്ള അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് 17 gram ആണ് കേട്ടോ. ഒരു ഗേഷ്യസ് ഇതാണ്, കോമ്പൗണ്ടാണ്. അതിൻ്റെ മാസ് STPയിലുള്ള മാസ് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മോളാർ മാസ് ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്? ഈ കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് 6.022 × 10⁻23 മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അത്ര എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു മോളല്ലേ? നമുക്കറിയാം 6.022 × 10⁻23 മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അല്ലേ, മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ? അത് 1 മോൾ ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് മോളാർ മാസ് ഇല്ല, അല്ലെങ്കിൽ എന്താണ് 1 മോളിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 മോളിൻ്റെ മാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 17 gram എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. മാസ് ഓഫ് 1 മോൾ തന്നിട്ടുണ്ട്. മാസ് ഓഫ് 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 gram എന്നും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പം മോളാർ മാസ് എല്ലാം കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അപ്പം എത്രയാണ്? 17 gram ആണ് വരുന്നത്. 17 gram/mol എന്ന് പറയാം ഇല്ലേ. 17 gram/mol അങ്ങനെ പറയാം ഇല്ലേ. മനസ്സിലായല്ലോ? അപ്പം മോളാർ മാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പം 1 മോളിലുള്ള അതിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 gram ആണ്. കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് 170 gram ഓഫ് ദിസ് ഗ്യാസ് കെപ്റ്റ് അറ്റ് ദ സെയിം കണ്ടീഷൻ. എന്താണ് കാൽക്കുലേറ്റ് ദ വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 170 gram ഗ്യാസ് സെയിം കണ്ടീഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 1 മോൾ ഇല്ലേ. 1 മോൾ ഓക്യുപ്പൈ ചെയ്യുന്ന എത്രയാണ്? 22.4 ലിറ്റർ ആണെന്ന് നമുക്കറിയാം ഇല്ലേ. മോളാർ മാസ് നമുക്കിവിടെ കിട്ടി 17 gram ആണെന്ന് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാമല്ലോ. നമ്പർ ഓഫ് മോൾസ് ഇല്ലേ, വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് മോൾസ് വേണ്ട. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഇൻ 170 gram അല്ലേ. 170 ഗ്രാമിലെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് N ഈസ് ഈക്വൽ ടു എത്രയാണ്? 170 ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് 17 ആണല്ലോ. ഈസ് ഈക്വൽ ടു എത്ര വരും? 10 മോൾസ് എന്ന് വരും ഇല്ലേ. ഇനി വോളിയം കണ്ടുപിടിക്കാമല്ലോ. വോളിയം ഇല്ലേ, വോളിയം ഓക്യുപ്പൈഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? 10 × STPയിലെ 22.4 അല്ലേ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 224 ലിറ്റർ എന്ന് വരും. വോളിയം എത്രയാണ്? 224 ലിറ്റർ. അടുത്ത മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. ഇതാ നോക്കൂ കേട്ടോ, പീരിയോഡിക് ടേബിളിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരുന്നതാണ്? ഗ്രൂപ്പ് 3 to 12 വരുന്നതാണ് കേട്ടോ. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ബേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ നോക്കുക. 3 to 12 ഗ്രൂപ്പിൽ വരുന്നതാണ് ട്രാൻസ്മിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏത് ബ്ലോക്കാണ് വരുന്നത്? D ബ്ലോക്കാണ് വരുന്നത് അല്ലേ. D ബ്ലോക്ക് ഏത് വരും? ഇതാണ്. അപ്പം A എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഇനി എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1ലുള്ള എലമെൻറ്റ്സ് ഏതാണ്? S ബ്ലോക്ക് ആണ് അല്ലേ. അപ്പം B, അതായത് ഇതാണ് B വരുന്നത്. ഗ്രൂപ്പ് 15 എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ലാസ്റ്റത്തെ വരും ഇല്ലേ, അതായത് P ബ്ലോക്കിൽ വരുന്നതാണ്. ഗ്രൂപ്പ് 15 എന്ന് വരുമ്പം P ബ്ലോക്കിൽ വരുന്നതാണ്. അപ്പം C ഇതാണ്. അപ്പം A ഏത് വരണം? A 4 ആണ് വരുന്നത്. എയുടെ കേസിൽ 4 വരുന്നത് ഇവിടെ വരുന്നുണ്ട് അല്ലേ. ദെൻ ബിയുടെ കേസിൽ വരുമ്പോൾ ഏതാണ്? 1 വരണം. ഇത് തന്നെ വരുന്നുണ്ട് അല്ലേ. B1 വരുന്നുണ്ട്. C വരുന്ന ഏതാണ്? 2 വരണം. ഇവിടെ വരുന്നുണ്ട്. അപ്പം ഏതാണ്? C ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ C ആണ് കേട്ടോ കറക്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ C കേട്ടോ. അതാണ് ആൻസർ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പീരിയോഡിക് ടേബിളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാപ്റ്ററിൻ്റെ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓരോ ചാപ്റ്ററിൻ്റെയും കൂട്ടത്തിൽ അതിൻ്റെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസും അല്ലാതെ മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാപ്റ്റർ പഠിക്കുക, എന്നിട്ട് ആ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നല്ലോണം പഠിച്ച് എക്സാം ഒക്കെ എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, താങ്ക്